അമ്മേ നാരായണ. അപ്പോൾ ഇത്തവണ നമ്മൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോകുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം മുതൽ ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോകണം, പൊങ്കാല ഇടണം എന്നൊക്കെ ഉള്ളത്. പക്ഷെ അന്ന് എന്തോ സാധിച്ചില്ല. ഇത്തവണ ഞാൻ വ്രതവും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് 2-3 ദിവസമായി. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഗോതമ്പ് ദോശയും വറുത്തരച്ച കടച്ചക്ക കറിയാണ്. ഇന്നലെ ശ്യാമൻ്റെ വീട്ടിൽ പോയ സമയത്ത് അമ്മ എനിക്ക് കുറച്ച് തന്നു വിട്ടതാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് ഇത്രയും ദിവസം ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വീഡിയോ എടുക്കാനോ അത് അപ്ലോഡ് ചെയ്യാനുള്ള എഡിറ്റ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ശക്തിയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല, അതാണ് സത്യം. അപ്പോൾ നമുക്ക് കുറച്ച് കണ്ണിമാങ്ങ ഇട്ടിട്ടുണ്ട്. കെട്ടിയിട്ട് കുറച്ച് ദിവസമായി. എൻ്റെ ബ്രദർ പാലക്കാട് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ വൈഫ് ഹൗസ് വന്നിട്ട് അട്ടപ്പാടിയിലാണ് കേട്ടോ. അട്ടപ്പാടിയിൽ നിന്ന് പോരുന്ന വഴിക്ക് അവന് കുറച്ച് കണ്ണിമാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ എടുത്ത് കഴുകി തുടച്ച് നല്ല ചില്ലും കുപ്പിയിലിട്ട് വെക്കുന്നുണ്ട്, കല്ലുപ്പൊക്കെ ഇട്ടിട്ട്. ഇനി ഇത് ഒരാഴ്ച ഇരുന്നാലേ നമുക്കിത് അച്ചാർ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. എന്തായാലും നമുക്ക് പൊങ്കാലയ്ക്ക് പോയി വന്നതിന് ശേഷം ഇത് അച്ചാർ ഉണ്ടാക്കി അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും നാൾ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് മൂക്കാത്ത മാങ്ങയാണ് കണ്ണിമാങ്ങ എന്നുള്ളതാണ്. പക്ഷെ അതല്ല, കണ്ണിമാങ്ങ എന്ന് പറയുന്നത് സെപ്പറേറ്റ് മാങ്ങ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് കേട്ടോ അറിയുന്നത്. എന്തായാലും ചോറൂണൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ കയ്യിൽ ഇച്ചിരി നെയിൽ പോളിഷൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. എനിക്ക് നെയിൽ പോളിഷ് കളക്ട് ചെയ്ത് വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ ഇങ്ങനെ. അപ്പോൾ എൻ്റെ കയ്യിൽ 100ഓളം കളേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ കുറേയൊക്കെ ഞാൻ ഓരോരുത്തർക്ക് കൊടുത്തു. അപ്പോൾ കഴിഞ്ഞ ദിവസം സ്റ്റുഡിയോയിൽ പോയപ്പോൾ 2-3 കളർ ഇല്ലാത്തത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലെൻ്റെ ഫേവറേറ്റ് കളറാണ് കോഫി ബ്രൗൺ. കുറേ കടയിലൊക്കെ പോയിട്ട് കിട്ടാത്തൊരു കളറായിരുന്നു. എന്തായാലും ഞാൻ കൈയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ എന്തായാലും ഈ നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് ബൈ ബൈ, സീ യു.